നമസ്കാരം. ഇന്ന് 22ാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ബിഫോർ യുവർ വെരി ഐസ്. എന്താണത്? അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ ദിവസമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹങ്ങളെ വിഷ്വലൈസ് ചെയ്യുക, മനസ്സുകൊണ്ട് കാണുക, നിങ്ങൾ ഫീൽ ചെയ്യുക, നിങ്ങളത് അനുഭവിക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തുക. അതാണ് പ്രാക്ടീസ്. അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണത് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ഭാഷയും മനസ്സിലാകില്ല. മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജാണ്, ഇമോഷനാണ്. ഇമോഷനും ഇമേജുമാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാഷ. എത്രത്തോളം ഫീൽ ചെയ്തുകൊണ്ട്, എത്ര ക്ലിയർ ആയിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൻ്റെ ആ ഇമേജിനെ നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുമോ, അത്രത്തോളം വേഗത്തിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാത്തതിനുള്ള കാരണം നമ്മൾക്കതിനെ അത്ര ഫീൽ ചെയ്തുകൊണ്ട് അതിൻ്റെ അത്ര ക്ലാരിറ്റിയുള്ള ഇമേജോടുകൂടി നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണത് നമ്മൾക്ക് കിട്ടാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസുകളാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ നടക്കുന്നത്. ഇത് റോണ്ട ബേണിൻ്റെ മാജിക് എന്ന ബുക്കിലുള്ള പ്രാക്ടീസുകളാണ് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ പ്രാക്ടീസുകളും ഒരു മടിയും കൂടാതെ ചെയ്യുക. ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ 10 കാര്യങ്ങൾ, നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ 10 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ആഗ്രഹത്തെയും വായിച്ച് അതിനത്രയും ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി മനസ്സിൽ ഇമേജായി ഇമോഷനും ആയിട്ട് നിങ്ങളിങ്ങനെ കണ്ട് അനുഭവിക്കുക. ഓരോ ആഗ്രഹത്തെയും 1 മിനിറ്റ് നേരം എങ്കിലും ഓരോ ആഗ്രഹത്തെയും നിങ്ങൾ കണ്ട് അതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രാക്ടീസ്. എന്നിട്ട് പറയുക നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. ഓരോ കാര്യങ്ങളെയും വായിക്കുക, അതിന് ക്ലിയർ ആയിക്കൊണ്ട് മനസ്സിൽ കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതെല്ലാം മാറിയപ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി ആരോഗ്യവതിയായിട്ടും ഇരിക്കുന്ന, നടക്കുന്ന, അത്രയും ഉഷാറായിട്ടുള്ള നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ സന്തോഷത്തെ ആസ്വദിക്കുക. അതിനെ നിങ്ങളങ്ങ് ഫീൽ ചെയ്തിട്ട് നന്ദി, നന്ദി, നന്ദി എന്ന് പറയാം. എൻ്റെ ആരോഗ്യപൂർണ്ണമായ എൻ്റെ ജീവിതത്തിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന് നന്ദി, നന്ദി, നന്ദി എന്ന് പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്തിട്ടും അതിൻ്റേതായ രീതിയിൽ ഇമേജിൻ ചെയ്ത് ഫീൽ ചെയ്ത് നന്ദി പറയാം.